അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ആ സ്റ്റേഡിയം അപ്പാടെ അല്ലെ അർജന്റീനയുടെ കൊടികളുമായി ആവേശത്തിൽ ആറാടുന്ന ആരാധകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മധു, ഇത് അർജന്റീനയാണോ ഇനി അതല്ല കളി നടക്കുന്ന സ്റ്റേഡിയത്തിലെ ഗാലറിയാണോ എന്ന് സംശയം തോന്നുന്ന പോലെയാണ്. അത്രയധികം ആവേശത്തിലാണ് ആരാധകർ. അവരിതാ അർജന്റീനയുടെ കൊടി വീശിക്കൊണ്ട് വലിയ മുദ്രാവാക്യം വിളികളുമായി അവരവരുടെ ആവേശം സെമിയിൽ ഇംഗ്ലണ്ട് പിന്നല്ല ഇംഗ്ലണ്ട് ചെറിയ വീണ്ടും സെമിയിലേക്കാണ്. എങ്ങനെയുണ്ട്? എല്ലായിടത്തുനിന്നും തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ അണപൊട്ടി അർജന്റീനിയൻ ആവേശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജയേഷ് പുക്കൂട്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. ജയ്ഷ, സെമിയിലേക്ക് കടന്നിരിക്കുന്നു അർജന്റീന. ഇനി ഇംഗ്ലീഷ് പോരാട്ടം. ഉറപ്പായും ആധികാരികമെന്ന് പറയാം. ഇടയ്ക്കൊക്കെ സ്വിറ്റ്സർലൻഡിന്റെ വലിയ രീതിയിലുള്ള പോരാട്ടത്തെ അതിജീവിച്ചെങ്കിലും അർജന്റീന അവരുടെ 10 പേരുകളിലേക്ക് ചുരുങ്ങിയ സ്വിറ്റ്സർലൻഡിന്റെ ഒരു ദൗർബല്യം കൂടി മുതലെടുത്തുകൊണ്ടാണ് അർജന്റീന ഒരു 3-1 വിജയം സ്വന്തമാക്കിയത്. എക്സ്ട്രാ ടൈമിലാണ് ശേഷിച്ച 2 ഗോളുകളും വിജയഗോൾ ഉൾപ്പെടെ 2 ഗോളുകളും പിറന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. 72-ാം മിനിറ്റിൽ 1-1 കാഴ്ചയാണ് കാണുന്നത്. ബിരീഷ് കോടിയേരിയെ നമുക്ക് കാണാം. ബിരീഷ് പ്രഖ്യാപിത അർജന്റീനിയൻ ഫാനാണ്. നമ്മൾ ഓരോ കളിയിലും നമുക്ക് കാണാൻ കഴിയും. കരഞ്ഞും വികാര വിശുദ്ധതയുടെ പൊട്ടിത്തെറിച്ചുമൊക്കെയാണ് ബിരീഷ് നമ്മൾ എപ്പോഴും സ്ക്രീനിൽ കാണുന്നത്. ആ ആവേശം ലോകകപ്പിന്റെ മാതൃക ഉയർത്തി ടി.എൻ. പ്രതാപനും അതിനോടൊപ്പം ഒ.ജെ. ജനീഷിനെയും ഒക്കെ നമുക്ക് കാണാം. ഇങ്ങനെ എല്ലായിടങ്ങളിൽ നിന്നും ആവേശ കാഴ്ചയാണ്. ഇതിപ്പോൾ സെമി പ്രവേശനമാണ് എങ്കിലും ലോകകപ്പ് സ്വന്തമാക്കിയ ആവേശത്തോടു കൂടിയാണ്. നേരത്തെ അഭിജിത്ത് മുഴക്കുന്ന് സൂചിപ്പിച്ചതുപോലെ ഇത് ലോകകപ്പ് വേദിയുടെ ഗാലറിയാണോ എന്ന് തോന്നിപ്പിക്കും വിധം ആവേശത്തിൽ തന്നെയാണ് എല്ലായിടത്തു നിന്നുമുള്ള കാഴ്ചകൾ വരുന്നത്. ഒരു ഗോൾ ആദ്യം സ്വന്തമാക്കിയതിനു ശേഷമുണ്ടായ സമനില, 1-1 തുടർന്ന മിനിറ്റുകൾ, അതുണ്ടാക്കിയ പിരിമുറുക്കം, അതിനുശേഷം ഒരു ഗോൾ പിറക്കുന്നു. അപ്പോൾ അർജന്റീന ആരാധകർ എല്ലാവരും പറയുന്നുണ്ട് ഒരു ഗോൾ കൂടി ഉണ്ടാകും അർജന്റീനയുടെ വകയെന്ന. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതും ഉണ്ടാകുന്നു. ജൂലിയൻ അൽവാരസും ലൗട്ടാരോ മാർട്ടിനസും എല്ലാം ഗോളുകൾ അടിച്ചു കൂട്ടുമ്പോൾ അർജന്റീനൻ ആരാധകരുടെ ആവേശം ആകാശത്തോളം തൊടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോപാൽ ശീലാസ്ഥാനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, തിരുവനന്തപുരത്ത് ബിനീഷ് കോടിയേരിയൊക്കെ ആവേശത്തിൽ പങ്കാളികളാകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ബിനീഷ് കോടിയേരി എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും ഇന്ന് ജെർസിയൊക്കെ ഇട്ട് രാവിലെ തന്നെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ കളി വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം ഈ ഇത്രയും ഒരു പിരിമുറുക്കം അർജന്റീന ആരാധകർ പോലും ഒരു കാരണവശാലും പ്രതീക്ഷയില്ല. കാരണം നേരത്തെ ഈജിപ്തിനോട് വലിയ തോതിൽ പ്രഷർ ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രഷറൊന്നും ഈ മത്സരത്തിൽ അവർ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ബിനീഷേട്ടാ ഒരു നിമിഷം, പ്രഖ്യാപിത അർജന്റീന ആരാധകരായിരുന്നു, ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അർജന്റീന എപ്പോഴും ആരാധകരെ മുൾമുനയിൽ നിർത്തി ജയിപ്പിക്കുന്ന ആളുകളാണ്. അത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു.